ഗായ്സ്, അപ്പോൾ പുതിയ വ്ളോഗിലേക്ക് പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഷോക്ക് പോവാണ്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇറങ്ങാണ് ഇവിടുന്ന് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഇൻട്രോ തുടങ്ങാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഫോൺ ഓണാക്കിയിട്ട് അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോകണം. പോട്ടെ, ലാഗാക്കണ്ട. അപ്പോൾ ലിഫ്റ്റിൽ കയറണം. മേലെ എങ്ങനെ ഉണ്ടാവും പ്രോഗ്രാം കത്തിക്കും, തീയിട്ട് കത്തിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങി. ഇതാ ഹായ് പറഞ്ഞേ. ചൂട് എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, എങ്ങനെ ചൂട് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നിന്നാണ്ട് ആവി പിടിച്ചാൽ മതി. സത്യം മുട്ട ചൂടാ. അപ്പോൾ ഗൈസ്, നമ്മൾ ലുലുവിലെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തു. കോസ്റ്റ്യൂമൊന്നും ഇതല്ല കേട്ടോ, കോസ്റ്റ്യൂം വേറെ മാറ്റാണ്ട്. എന്താ കഥ? ഷെയറല്ലേ? അപ്പോൾ നമ്മൾ ഷോ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിങ്ങനെ താഴെ അല്ലേ ഒരു ലുലുവിൻ്റെ ഒരു റൂമിലാണല്ലേ പൂട്ടിയിട്ടിരിക്കുക. ഫസ്റ്റ് പടം കയറിയത് ചേച്ചിയാണ്. ചേച്ചി പാടി വന്നു. ചോദിക്കാം എക്സ്പീരിയൻസ്. രസമുണ്ടായിരുന്നു. കാരണം ഓഡിയൻസ് ഫുള്ള് നല്ല ആക്റ്റീവായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും ഓണം മൂഡിലൊക്കെ തന്നെയാണ്. കുറേ പേര് ട്രഡീഷണൽ വേറെ കൊടുത്തു വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ കാണാൻ തന്നെ ഭയങ്കര രസമുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട്. ആ മോൾ ഫുള്ള് കറിയുന്ന രീതിയിൽ തന്നെ ക്രൗഡ് ഉണ്ട്. നമ്മുടെ സ്റ്റേജ് പ്ലേസ് ചെയ്തിരിക്കുന്നതാണെങ്കിലും എല്ലാ ഫ്ലോറിൽ നിന്നും നമുക്കിങ്ങനെ വ്യൂ വരുന്ന രീതിയിലാണ്. അപ്പം ഭയങ്കര രസമുണ്ട് ഇൻട്രാക്ട് ചെയ്ത് പാടാനായിട്ട്. ഒന്നും പറയല്ല, സൂപ്പർ. അപ്പോൾ ഇനി അടുത്തതായി പാടാൻ പോകുന്നത് ഫഹദ് ബക്കർ. ഫസ്റ്റ് ഇന്റർനാഷണൽ ഷോ. മൈക്ക് കൊടുക്ക്, നിങ്ങൾ സംസാരിക്കും. ഫസ്റ്റ് പാടാൻ പോകുന്നതിന് മുന്നുള്ള ഒരു ഇതെന്താണ്? എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ഇന്റർനാഷണൽ ഒരു പാട്ടുകാരനെ സംബന്ധിച്ചില്ല ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു സംഭവമാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറയും. അത്രയും പൊളിക്കും. പിന്നല്ല, പൊളിക്കണം. അത് കഴിഞ്ഞിട്ട് അതെ, ഇവിടെ അരമണിക്കൂറത്തെ സ്ഥലക്ക് ബ്രേക്ക്, നമ്മളെ സ്ഥലക്ക് ബ്രേക്ക് ആണെന്ന് ചേച്ചി ഇങ്ങനെ നമ്മളെ ഇവന്റിന്റെ ബിൻസി ചേട്ടൻ പറഞ്ഞു. അപ്പോൾ സ്ഥലക്ക് 20-25 മിനിറ്റ് അവിടെ പോകുന്നുണ്ട്. ആഗ്രഹിച്ചില് മൈൻഡില് അതിന്റെ സെക്കൻഡ് നെയിമാണ് 25 മിനിറ്റ്. അപ്പൊ എന്തായാലും ഇനി ബാക്കി വിശേഷങ്ങൾ സ്റ്റേജിന്റെ ക്രൗഡിന്റെ ആണ്.
ഓക്കെ, എല്ലാവരും അഭിമാനം ഒരുമിച്ച് ഞങ്ങൾ ബ്ലോഗിലേക്ക് വേണ്ടിയിട്ടാണ് ദമാമിലെ ഓരോ മലയാളികളും എല്ലാവരും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞു. പരിപാടി കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് സന്തോഷം. എന്താ എനിക്ക് പറയാനുള്ളത്? എന്താ ഞാൻ കണ്ടില്ല പറ്റ ദമാമയോട് എന്താ പറയാനുള്ളത്? ദമാമ് ഞാൻ മുന്നേ വന്നതാണ്. എപ്പോൾ വരുമ്പോഴും കിട്ടില്ല സ്നേഹം. ഇന്ന് ഇപ്രാവശ്യം എന്താ അറിയില്ല, എക്സ്ട്രാ എല്ലാവരും ഒരു അടിപൊളി ഒരു പവർ. അടിപൊളി ക്രൗഡ് രക്ഷയില്ല, വൻപൊളി. കാല് വേദനയുണ്ട്. വേദനൊക്കെ പറയണത്. അപ്പോൾ ഗൈസ് ഗൈസ് അപ്പോൾ ഷോ കഴിഞ്ഞു. എന്താണ് അഭിപ്രായം? ഷോ കഴിഞ്ഞു. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മളോട് വന്നിട്ട് പറഞ്ഞു നല്ല കിടിലൻ ഷോ, കിടിലൻ പരിപാടിയായിരുന്നു. ഒട്ടുക്കത്തെ ക്രൗഡ് ആയിരുന്നു കേട്ടോ അല്ലേ? നമ്മൾ ദമ്മാമില് ഈ ഏരിയയിൽ ചെയ്തതിൽ ഏറ്റവും കിടിലൻ ക്രൗഡ്. ദമാമില് പ്രോഗ്രാം വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയില്ല, പെർമിഷൻ്റെ ഇഷ്യൂ ആയിട്ട്. പക്ഷെ ഇപ്രാവശ്യം ചെയ്യാൻ പറ്റി. അത് വെച്ചാൽ നമുക്ക് സ്റ്റോറി ഇട്ട സമയത്ത് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിരുന്നു ടൈം രണ്ട് കാര്യങ്ങൾ ചോദിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നില്ല എല്ലാവരും വരുന്നുള്ളൂ. പക്ഷേ എല്ലാവരും വന്ന് വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമ്മളെ പ്രോഗ്രാമിന് വന്ന എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കാണ്. അതുപോലെ നമ്മളെ വ്ളോഗ് കാണുന്ന എല്ലാവരോടും നന്ദി പറയാണ്. എല്ലാവരും അടുത്ത വ്ളോഗും ഒക്കെ കാണുക. നമ്മളെ ഒരുപാട് വിശേഷങ്ങൾ ഇനിയുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ വൈകിട്ട് ചെയ്യാണ്. നെക്സ്റ്റ് വ്ളോഗിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെ എല്ലാവരും. ബൈ.